നമ്മളൊരു 2 ദിവസമായിട്ട് കാണുന്നത് നേമം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥിയായ മന്ത്രി ശിവൻകുട്ടിജി ജയിക്കാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഓരോരോ ഉദാഹരണം നമുക്ക് കാണാൻ കിട്ടുന്നു. ഒന്ന്, രാജീവ് എന്ന പേര് ഉള്ള ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. ഓക്കെ, അതൊന്ന് ശരി. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ലിസ്റ്റ്. ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാഫ് പോസ്റ്റഡ് ടു അസിസ്റ്റ് ദി ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ. ഈ ലിസ്റ്റില് ഒരു 100 പേരുണ്ട്. എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. പക്ഷെ എല്ലാവരും ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇതാണ് ഇവരെ പേടി. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് എലക്ഷൻ വരുമ്പോ ജയിക്കാൻ ഇതാണ് അവരുടെ തന്ത്രം. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് എലക്ഷൻ ജയിക്കുക? വിവാദം സൃഷ്ടിക്കുക, നുണ പറയാ, രാജീവ് എന്നൊരു പുതിയ പേരുള്ളൊരു CPM കാരനോട് മത്സരിപ്പിക്കാൻ പറയാ, എന്നിട്ട് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരാക്കി അപ്പോയിന്റ് ചെയ്യാം.